ഗൈസ് ഞാൻ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നിങ്ങൾ കാണിച്ചു തരാം. കമോൺ. എനിക്ക് ഇങ്ങനെ ഈ ഒരു ഇതുണ്ട് ഫൗണ്ടേഷൻ, പിന്നെ ഈ ഒരു ലിപ് ബാം ഉണ്ട്, ഒറിജിനൽ ലിപ് ബാം, മണമില്ല ആ ലിപ് ബാമിന്. പ്ലമ്മിൻ്റെ ഇത് ബ്ലഷ്, പിന്നെ ഇതും ബ്ലഷാണ് ഷിമ്മേഴ്സിൻ്റെ. ഇത് ഷിമ്മേഴ്സിൻ്റെ ഐ ഷാഡോ പാലറ്റ്, ഇത് ഷിമ്മേഴ്സിൻ്റെ ലിപ് ഗ്ലോസ്, ഇത് മോയ്സ്ചറൈസിങ് ലിപ് ബാം സ്ട്രോബെറി പ്രെറ്റി എന്ന് പറഞ്ഞൊരു കട. പിന്നെ ടാറ്റു സ്റ്റുഡിയോയിലെ ഒരു ബ്രഷ്. നമുക്ക് മേക്കപ്പ് ചെയ്യാം. ആദ്യം പിന്നെ ഇതും കൂടെ ഉണ്ട്, ഒരു ലിപ് പെൻസിൽ. നമുക്ക് ചെയ്യാം. കമാൻ. ആദ്യം ഞാൻ ചെയ്യുന്നത് ഇതും കൊണ്ടാണ്, ഫൗണ്ടേഷൻ കൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. ഞാൻ കുറച്ചൊക്കെ ഫൗണ്ടേഷൻ ഇടയ്ക്ക് ഇടത്തുള്ളൂ. ഇപ്പം ഫൗണ്ടേഷൻ തേക്കാം. പിന്നെ ഞാൻ നോർമലി ടിഷ്യൂ എടുക്കും. ഇപ്പം ഞാൻ ടിഷ്യൂ അത്രയ്ക്ക് യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ടിഷ്യൂ ഇല്ലാത്ത യൂസ് ചെയ്യുന്ന സാധനമാണിത്. നിങ്ങൾ കാണിച്ചു തരാം. ഒരു ടവലുണ്ട്. ഈ ടിഷ്യൂ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാണിച്ചു തരാറുണ്ട്. എൻ്റെ കബി റൂമാണേ. ഞാനൊരു ഫ്ലഫി ടവൽ യൂസ് ചെയ്യും. ടിഷ്യൂ വെച്ചിട്ട് ഇറക്കി ബ്ലെൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇത് ബ്ലെൻഡ് ചെയ്യാൻ ടിഷ്യൂ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ടവലുണ്ട്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഈ പ്ലമ്മിൻ്റെ ഇത്. സോ ഇതിങ്ങനെ ഇരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു ഇതുണ്ടായിരുന്നു, അല്ലേ? സോ ഇതാണ് ഇവിടെ പോകാൻ കാണാമോ? സോ ബി ഗുഡ് എന്നാണ് എൻ്റെ പേര്. പ്ലമ്മിൻ എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ് കിട്ടിയത്. ഇപ്പം ഞാൻ കാണിച്ച ഫുൾ സാധനങ്ങൾ UK നിന്നാണ്, മാഞ്ചസ്റ്ററിൽ നിന്ന്. സോ ഇപ്പം ഞാൻ ലിപ് പെൻസിൽ ചെയ്യും. പിന്നെ ലിപ് പെൻസിൽ കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്നതാണ് ബ്ലഷ്. ഇത് ബ്ലഷ്. പിന്നെ യൂസ് ചെയ്യുന്നത് ഈ ലിപ് ഗ്ലോസ്. ലിപ് ഗ്ലോസിന് മുമ്പേ ഞാൻ ഇത് ഇടും, ഈ സ്ട്രോബെറി മോയ്സ്ചറൈസിങ് ലിപ് ബാം. നല്ല മണമാണ്, സ്ട്രോബെറിയുടെ മണമാണ്. പിന്നെ ഞാൻ ഈ ലിപ് ബാമും കൂടി യൂസ് ചെയ്യും. ഇത് ഒറിജിനൽ മണ്ണാണ്, ഡ്രൈ ആണെന്ന് തോന്നുന്നു ലിപ് ബാം. ഇതെനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ സ്റ്റിക്കറാണ്. പിന്നെ ഞാൻ കുറച്ചൊരു ഇത് യൂസ് ചെയ്യും, ഗ്ലോസ്. ഇനിയിപ്പം കൂടുതലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ടിഷ്യൂടെ സ്മജ് ചെയ്യും. ഇത് കറക്റ്റാണ്. പിന്നെ ഞാൻ ഇത് യൂസ് ചെയ്യുന്നതാണ്. കുറച്ച് ഷെയ്ഡ് മതി. സോ അതിനൊരു പിങ്കാണ് കൊടുക്കുന്നത്. ഈ പിങ്ക് എന്നാണ് ഇട്ടിട്ട് തേക്കുക. അത്രയ്ക്കേ ഉള്ളൂ. എങ്ങനെ ഹെയർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കോമ്പ് ചെയ്തതുണ്ട് ഗൈസ്. ഇതുണ്ടാകുക ഇപ്പം കോമ്പ് ചെയ്തു. എൻ്റെ ഹെയർ കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്ന നോർമലി ചെയ്യുന്ന സ്റ്റൈലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ക്ലിപ്പ് വെച്ചിട്ട് ഇങ്ങനെയാക്കും. പിന്നെ മറ്റേ ക്ലിപ്പ് വെക്കും, ഇങ്ങനെയാക്കും. പിന്നെ ഒരു ഫിനിഷ് ടച്ചിന് ഒരു ഹെഡ് ബാൻഡ് വെക്കും. ഞാൻ ഇപ്പോൾ ഹെഡ് ബാൻഡ് വെക്കുന്നില്ല, പക്ഷേ എങ്ങനെയുണ്ട്? സോ ബൈ ബൈ ഗൈസ്, ഹോം ടൂർ പിന്നെ ബൈ.